മനസ്സിലാവും ഈ ലേഡീസ് ഹോസ്റ്റൽ വാടന ആരാണ്. ഇറങ്ങിക്കോളും. എന്തിനാ എന്താ? ഹലോ ഹലോ, ലേഡീസ് ഹോസ്റ്റലാണ്. 101 താമസിക്കുന്ന സിനിയുടെ നമ്പർ ഒന്ന് തരാമോ? അങ്ങനെ ഇവിടെ താമസിക്കുന്ന ആരെ നമ്പർ ഞങ്ങൾ അങ്ങനെ അന്യർക്ക് കൊടുക്കാറില്ല. അല്ല താനാരാ? ഞാൻ അവക്കടെ പത്ത. നിങ്ങൾ ആരെയും വിളിച്ച അവളെ നമ്പർ ചോദിച്ചാൽ കൊടുക്കുമോന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാ. അവന്റെ സംശയം സഹിക്കാതെയാണ് അവൾ ഈ ഹോസ്റ്റലിൽ കൊണ്ട് നിൽക്കുന്നത്. എന്നാലും അവക്കിതിന് സ്വയം കൊടുക്കൂലെന്ന് വെച്ച് കഴിഞ്ഞാൽ കഷ്ടമെന്ന് പറയട്ടെ. ഇല്ലിതിനൊക്കെ പുതിയ സെക്യൂരിറ്റി അടിയുമ്പോ പരിഹാരം ഉണ്ടാവും. ഞാൻ സെക്യൂരിറ്റി കഴിഞ്ഞ് ഇവിടെ പോയി തപ്പോയെന്തോ അങ്ങനെ ഞാൻ ഈ തപ്പടയുടെ അടുത്ത എന്റെ ടാസ്ക് എനിക്ക് വിളിച്ചു നോക്കാം. ഹലോ ഹലോ, ഞാൻ ഇവിടെ ഒറ്റപ്പാലം ജംഗ്ഷനിൽ എത്തി കേട്ടോ. ജംഗ്ഷനിൽ എവിടെ? ജംഗ്ഷനിൽ ഇവിടെ ഒരു BA-കാരി എന്ന് പറഞ്ഞ കടയുടെ മുമ്പിൽ ഒരു പച്ച കളർ പെയിന്റ് അടിച്ച വെള്ളം ബോട്ടിൽ BA-കാരി എഴുതി വെച്ചിട്ടുണ്ട്. ഏതാ അത് ബേക്കറി. മനസ്സിലായി. എനിക്ക് മനസ്സിലാവുകയും ചെയ്തു. പിന്നെ ബേക്കറി ഇടത്തോട്ടൊരു വഴിയുണ്ടോ? കണ്ട് ആ വഴിയിലോട്ട് ആ വഴിയിലെ സൈഡിൽ ഞാൻ ഇപ്പുണ്ട്. വഴിയിലെ സൈഡിൽ വന്ന് നിൽക്കാൻ നാളെ എന്തൊരു പോസ്റ്റാ. താൻ മരുന്ന പോലെ ഞാൻ പോസ്റ്റാ. സെക്യൂരിറ്റി അല്ലേ ഞാൻ? അതെ, പേരിൽ പോലും ഒരു പ്രേമം ഉണ്ടാവാൻ പാടില്ല. അതാണ് പ്രേമേന്ദ്രൻ എന്നുള്ള പേര് മാറ്റി പ്രേംചന്ദ്രൻ ആക്കിയത്. അതെനിക്ക് ഇഷ്ടപ്പെട്ടേ. അല്ല, കട്ടപ്പെട്ട് കിട്ടിയ ജോലി ആ കൊണ്ട് കളയാനല്ല. ഞാനായി കളയൊന്നുമല്ല. പറഞ്ഞ മനസ്സിലായാലും മനസ്സിലായി. അപ്പൊ ഇതിനു മുമ്പ് താൻ എവിടെ നിന്നത്? വരുന്നവർക്ക് KSRTC ബസ്സിൽ സീറ്റ് കിട്ടിയില്ല. നിന്നാണ് വന്നത്. ഇവിടെ താൻ ബസ്സിൽ നിന്ന കാര്യമല്ല ഞാൻ ചോദിച്ചത്. ഇതിനു മുമ്പ് ജോലി എവിടെയാണ് നോക്കിയതെന്ന്? ഒരുപാട് സ്ഥലത്ത് ഞാൻ ജോലി നോക്കി, പക്ഷെ ഇവിടെയാണ് ജോലി കിട്ടിയത്. അതെന്തായാലും നന്നായി കേട്ടോ. പിന്നെ താനുമ്പോ എന്തായിരുന്നു? എനിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ നാട്ടുകാരുണ്ടല്ലോ, അവരൊക്കെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും കടത്തിൽ എന്റെ അടുത്ത് വരും. പണക്കാരനായിരുന്നോ? അതല്ലെന്ന്. പിന്നെ എനിക്ക് കടത്തായിരുന്നു ജോലി. അതായത് ഈ വഞ്ചേരി കയറ്റി അക്കരെ ഒരാൾ ഇക്കരയ്ക്കും ഇക്കരെ ഒരാൾ അക്കരയ്ക്കും കൊണ്ടുപോകത്തില്ലേ, അതാണ് കടക്കും. അതായിരുന്നു ജോലി. എടാ, തനിക്ക് ഈ സ്ത്രീകളെ നോക്കി ശീലമുണ്ടോ? പിന്നെ വള്ളക്കടലിൽ എനിക്കെല്ലാം പണി. അമ്മമാരെയൊക്കെ ഞാൻ എന്റെ വെള്ളത്തിൽ കെട്ടിയില്ലേ അക്കരയ്ക്കൽ കൊണ്ടുപോകണത്. അതാണ് പറഞ്ഞത് കേട്ടോ. അതെന്തായാലും നല്ല ശീലമുണ്ട്. എന്തായാലും താൻ പോയി ഈ ഹോസ്റ്റലിലെ പരിസരമൊക്കെ ഉള്ള കണ്ടൊക്കെ കണ്ടൊക്കെ വാ. ഞാൻ പോയി കണ്ടിട്ടില്ല വേണം. ഗുഡ് മോർണിംഗ് മാഡം. ഇതാരേ? റോസിയ. ഓ തന്നെ. നമ്മുടെ ചെന്നൈ മനസ്സിൽ പോകാൻ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായി. വെളിയിലാണ് ഞാൻ കമന്റ് അടിയും ബഹളം. റോസി ഒരു കാര്യം ശ്രദ്ധിക്കണം. റോസി ഇവിടെ വന്നതിന് ശേഷമാണ് ഇവിടെ ഇത്രയ്ക്ക് പോകാനുള്ള ശല്യം കൂടിയത്. മാഡം പറഞ്ഞു വരുന്നത് ഞാനാണ് ഇവിടുത്തെ ശല്യം തന്നെ. അയ്യോ, അങ്ങനെയല്ല. ഇത്രയും നാൾ ഇവിടെ ഇല്ലാതിരുന്ന പ്രശ്നം ഒരാൾ വന്നതിന് ശേഷം തുടങ്ങണമെങ്കിൽ പിന്നെ എന്താണ് കാരണം? ഓ, അത് ഇത്രയും നാൾ ആ ശല്യം ഇല്ലായിരുന്നു മാഡം. ഇപ്പം എന്റെ സൗന്ദര്യം കണ്ടിട്ടായിരിക്കും എല്ലാവരും എന്റെ പുറകെ നടക്കുന്നത്. പിന്നെ ശത്രുത. ശത്രുത നോ സെക്യൂരിറ്റി ലൈഫുള്ള സിനിമയിൽ ഇങ്ങനെയൊക്കെ തന്നെയാണ്. ആദ്യം ഒരു നായകയുടെ പിന്നാലെ ഇങ്ങനെ പൂവലങ്ങളൊക്കെ ആയിട്ട് നടക്കും. നായിക അത് മൈൻഡ് ചെയ്യില്ല. കുറേ ദിവസങ്ങൾ അങ്ങനെ കടന്നു. പിന്നെ പെട്ടെന്ന് ഓരോ സമയം ഹോസ്റ്റലിൽ കയറി തലക്കടിച്ചാൽ കൊന്നു. ഞാനല്ലേ ഇവിടെ വാടനേറ്റിരിക്കണേ. അപ്പൊ റോസിക്ക് അങ്ങനെ ഒന്നും സംഭവിക്കില്ല. പക്ഷെ ജോലിക്ക് പോകുമ്പോ സംഭവിച്ചാൽ ഞാൻ ഉത്തരവാദിയല്ല. ചിലപ്പോ ജോലിക്ക് പോകാൻ തട്ടി തരും, ജോലി കഴിഞ്ഞ് വരുമ്പോൾ എനിക്ക് തട്ടിയെന്ന് വരും. അതിനെ പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞൊന്നും അല്ല. ഹോസ്റ്റൽ ലൈഫ് എന്ന നോവൽ ഇങ്ങനെയാണ്. ഒരു കാരണവും ഇല്ലാതെ നായി എങ്ങ് കൊല്ലുകയോ എന്തോ. അതിന് നമുക്ക് പ്രൊട്ടക്ഷൻ വേണം. പ്രൊട്ടക്ഷൻ നമുക്ക് സെക്യൂരിറ്റി വേണം. സെക്യൂരിറ്റി ഉണ്ടെങ്കിൽ ഈ വിഷയങ്ങൾ മൊത്തം തീരുമല്ലോ.
അപ്പോ ഞാൻ സെക്യൂരിറ്റി ഏർപ്പാടാക്കിയിട്ടുണ്ട്. സെക്യൂരിറ്റി വരുന്നോണ്ടേ ദിനം തരുന്ന വാടകയുടെ കൂട്ടത്തിൽ 1000 രൂപ കൂട്ടിത്തരാം. 1000 രൂപ വേണമെങ്കിൽ ആദ്യമേ പറഞ്ഞുകൂടെയെന്ന ഈ കഥകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എന്റെ കഥ ഇപ്പൊ തീർന്നു. പിന്നെ റോസി, ഞാൻ കുറെ ദിവസമായിട്ട് റോസിന്റെ അടുത്ത് ചോദിക്കണമെന്ന് വിചാരിക്കുന്നു. റോസ് എന്തിനാണ് ഈ ഹോസ്റ്റലിൽ നിൽക്കുന്നത്? സ്വന്തം കാലിൽ നിൽക്കണം. ഏതൊരു പെണ്ണിനെ അങ്ങനെ കാണൂലേ മാഡം? അതിന് ഹോസ്റ്റലിൽ ഒന്ന് നിൽക്കണോ? ചെരിപ്പൂരി ചെന്ന് നിന്നാൽ പോലെ സ്വന്തം അറിയിക്കാൻ പറ്റൂലേ? വാങ്ങനാണോ പത്രത്തിൽ പരിതപിക്കുമ്പോൾ കഴിയുന്നത്? ഇതുപോലത്തെ തമാശകളൊക്കെ അതിലാണ് ഞാൻ കണ്ടിട്ടുള്ളത്. മാഡം എന്താ? ഓ കണ്ടി കണ്ടി. എന്താ ഇവിടെ? അണ്ണാ ലേഡീസ് ഹോസ്റ്റൽ. അതല്ല, താൻ എന്താ ഇവിടെ? ലേഡീസ് ഹോസ്റ്റലിലെ പുതിയ സെക്യൂരിറ്റി. എന്താണ് ഉദ്ദേശം? ജോലിക്ക് വന്നതാണ്. റോസിക്ക് ഇയാൾ അറിയാമോ? അറിയാം. ഇയാൾ അയ്യോ please translate. അലൂലു പുലൂലു പുലൂലു അലൂലു അലൂലു പുലൂലു പുലൂലു അലൂലു. എന്തൊരു ഭാഷ പറഞ്ഞേ ഇത്? മനസ്സിലായില്ലേ? എന്നെ നിരന്തരം ഉപദ്രവിച്ച വീട്ടിൽ നടത്തി വിട്ട ഭർത്താവ് അത് ഇയാളാണ് മാഡം. എനിക്കെന്റെ തെറ്റ് മനസ്സിലായി. നീ ഇല്ലാതെ എനിക്ക് പറ്റൂല റോസി. ഞാനില്ലാതെ പറ്റുമെന്ന് നിങ്ങൾക്കറിയാം. പക്ഷേ നിങ്ങളെ പറ്റി ഞാൻ പറയണമെന്ന് നിങ്ങൾക്കറിയാം. ഉദ്ദേശിച്ചത് എന്റെ പറ്റി തീരാൻ നീ പറഞ്ഞതല്ല. അത് തന്നെ. മനസ്സിലായി. അതെ, ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കും. ഞാൻ ഇതിന് പറഞ്ഞ് മനസ്സിലാക്കും. നിങ്ങളെന്നെ പറഞ്ഞാൽ പോലെ. ഞാൻ തന്റെ കുടുംബക്കാരുടെ വാക്ക് കേട്ട് കുടുംബക്കാരെന്ന് നീ പറയരുത്. മഠത്തിനറിയാം. ഓ എന്തേ? പ്രായത്തിന് മുത്തുവരുടെ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ ഞാൻ വിശ്വസിച്ചു. ഇവിടെ കുടുംബക്കാരെന്നൊക്കെ പറഞ്ഞാൽ ഇവരിലാണെങ്കിൽ ഞാനാണോ വലിയ കുടുംബത്തിൽ പറഞ്ഞതാകും. ആരെന്തൊരു പറഞ്ഞാണ് അതിന്റെ അടുത്ത്? എന്റെ മുത്തശ്ശന്റെ മകന്റെ ഭാര്യ എന്റെ അടുത്ത് എന്തൊക്കെ പറഞ്ഞു. മുത്തശ്ശന്റെ മകന്റെ ഭാര്യ ഈ അമ്മ പറഞ്ഞെന്ന് തന്റെ അമ്മ പറഞ്ഞെന്ന് പറഞ്ഞാൽ പോലെ. തന്റെ മകന്റെ ഭാര്യ മാസം ചോറിന് പറ്റിയ അമ്മ ഡയറക്റ്റ് കുറ്റം പറയുന്നത് ശരിയാണ്. അതാണ് ഞാൻ എന്റെ ആൾക്കായിട്ട് പറഞ്ഞത്. എന്നാണ് നിങ്ങളുടെ വിഷയം? എന്റെ അളിയന്റെ പെങ്ങളുടെ സ്വഭാവം ഒത്തുകൊള്ളില്ല. അത് ഇവളെന്തിനു ചെയ്തതാ? അത് ഞാനാണ് മാഡം. ഭാര്യ നിന്ന് പറയാൻ പോലെ. അവളെ ഡയറക്റ്റ് പറഞ്ഞാൽ ശരിയാവത്തില്ല. അതാ ഇൻഡയറക്റ്റ് ആയിട്ട് കാച്ചിയത്. ചേട്ടാ എനിക്ക് ദേഷ്യം വന്നേ ഞാൻ ഇൻഡയറക്റ്റ് ഒന്നുമില്ല ഡയറക്റ്റ് ആയിട്ട് പറയണം. മോത്തോട്ട് ഞാൻ പറയാനുള്ള കാര്യം ഞാൻ പറയാം. നിങ്ങളുടെ വിഷയം എന്താണ്? സത്യം പറ. ഇത് മാഡം കയ്യിൽ 10ന്റെ പൈസയില്ല, പോവാനാണെ ജോലിയുമില്ല. ആ സമയത്ത് ചിക്കൻ വേണമെന്ന് പറഞ്ഞ് അണിയുണ്ടാക്കി മാഡം. ഇത്തിരി റോസി കാണിക്കാക്കുന്നു. ഒരാളെ പൈസ ഒന്നും ഇല്ലാതിരിക്കുന്ന സമയത്താണ് നീ ഇങ്ങനെ ചിക്കൻ കറി വേണമെന്നൊക്കെ പറയേണ്ടത്. അവളല്ല അണിയുണ്ടാക്കിയത്, ഞാനാ വാശി പിടിച്ചേ. അതിന്റെ പേരിൽ അവള് വീട് വിട്ടിറങ്ങി പോയത് മാഡം. നിങ്ങളങ്ങനെ കുറ്റം പറയുന്നത് വേണ്ട. നിങ്ങൾ ആ കവലെ കിടന്ന് സുഖമായിട്ട് അടി ഉണ്ടാക്കിയില്ലേ? എന്നെ കേട്ടാ കവലെ കിടന്ന് സുഖമായിട്ട് അടി ഉണ്ടാക്കിയത്. അടി ഉണ്ടാക്കണ വേദന ഇവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല മാഡം. എന്തൊരു വേദന എന്നറിയാമോ ഇടിയൊക്കെ കിട്ടുമ്പോ. ഓ സുഖമായിട്ട് അടി ഉണ്ടാക്കിയതല്ല, സുഖമായിട്ട് അടി ഉണ്ടാക്കിയതല്ലേന്ന്. അത് പിന്നെ ഒറ്റ തവണ ഞാൻ അടി ഉണ്ടാക്കും. ഒറ്റ തവണയാണ് വേണം. എന്റെ മാമന്റെ ഒരു ലോട്ടറി അതെടുത്ത് അത് അടിച്ചില്ലെന്ന് പറഞ്ഞ് കവലെ കൊണ്ടിട്ട് എന്റെ മാമൻ ചക്കപ്പിന്റെ അടിച്ചത് വേണം. അത് പിന്നെ ഇവളെ മാമൻ തന്നെ പറഞ്ഞ് ലോട്ടറി എടുത്താൽ അടി നടക്കുമെന്ന്. എന്തായാലും ലോട്ടറി അടി നടന്നില്ല. അപ്പൊ ഇവളെ മാമന്റെ വാക്ക് നമ്മൾ പാലിക്കണ്ടേ. അതുകൊണ്ട് ഞാനും മാമനായിട്ട് അടി നടന്നു. എന്റെ സിറ്റുവേഷൻ കാരണം ഞാൻ ഇപ്പൊ ജോലി ചെയ്യണം. എന്ത് സിറ്റുവേഷൻ? എനിക്ക് നിന്റെ കാണാതെ പറ്റൂലടി. ഇല്ലാതെ ഞാൻ ഈ മെനക്കെട്ട സ്ഥലത്ത് അല്ല മെനക്കേടെടുത്ത് ഈ ജോലിക്ക് ഞാൻ വരുമായിരുന്നു. അതാണ് മാഡം. മോളെ എനിക്ക് എന്റെ തെറ്റി മനസ്സിലായി, എനിക്ക് നിന്റെ തെറ്റി മനസ്സിലായി. നമുക്ക് നമ്മുടെ തെറ്റി തിരുത്താം. എവിടൊക്കെയാണോ പോണ്? അവളടുത്ത് ഒന്ന് പറ മാഡം. ഞാൻ ഇനി അവളെ കുറ്റപ്പെടുത്തേ ഒന്നും. ഞാൻ പറയാം. മക്കളെ റോസ്, അവന് തെറ്റ് തിരുത്താനുള്ള ഒരു അവസരം അത്രമാത്രം ക്ഷമിക്ക്. മാഡം പറഞ്ഞത് കൊണ്ട് ഞാൻ ക്ഷമിച്ചു. റോസി, നമുക്ക് നമ്മളെ വീട്ടിൽ പോവാം. എവിടെ പോകാനൊന്നും പറ്റൂല. താനായിട്ടല്ലേ ഇവിടെ സെക്യൂരിറ്റി ജോലിക്കാരെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് കയറി വന്നത്. അതുകൊണ്ട് ഇവിടെ ഭയങ്കര പൂവാലന്മാരെ ശല്യമൊക്കെ തന്നെയാണ്. അതുകൊണ്ട് താൻ ഇവിടെ നിന്നേ പറ്റും. മാഡം അവൾ എന്നോട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ പോവാനും ഒന്നും കാണത്തില്ല മാഡം. അത് പിന്നെ അവള് വീട് വിട്ട് ഇറങ്ങി ലേഡീസ് ഹോസ്റ്റലിൽ വന്നല്ലോ. അതെ. പിന്നെ ഞാൻ എന്റെ കൂട്ടുകാരെ അച്ഛൻ ഈ കമന്റ് അടിക്കുകയും പൂവാലന്മാരെ പോലെ പൂവിപ്പിക്കുകയൊക്കെ ചെയ്തത്. ഇങ്ങനെ പൂവല്ലേ നിങ്ങൾക്ക് ശല്യം കൂടുള്ളൂ. അതല്ലേ നിങ്ങൾ സെക്യൂരിറ്റി വെക്കുള്ളൂ. എങ്കിലല്ലേ എനിക്ക് ഇവിടെ സെക്യൂരിറ്റി
എനിക്ക് അറിയാൻ പറ്റുള്ളൂ. ആ ഗെയിമിൽ എനിക്ക് അവളെ കാണാൻ ചെയ്യാനേ ഇഷ്ടമാണ് കാണാൻ എനിക്ക് അവളെ. എന്തായാലും കഷ്ടപ്പെട്ട് സെക്യൂരിറ്റി ജോലി കിട്ടിയതല്ലേ, ഇനി ഞാൻ ജോലി അങ്ങ് ചെയ്തേരാം. അപ്പൊ നീയോ? ഞാൻ ഇവിടെ ജോലി ചെയ്യും. എന്നാ ഓക്കെ. Government Delhi 2 presents Restaurant Photos at our Tournament Nights 2025. Thank you for your